ഇങ്ങനൊരു മാരേജ് ആണോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? ഐ ആം നോട്ട് ഷുവർ. റോയിയോട് സോഫി സംസാരിച്ചില്ലേ? പിന്നെന്താ? സത്യത്തിൽ സോഫിയുടെ അലയൻസിനെ കുറിച്ച് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കാര്യമാണ്. മീര എന്നെ മാരി ചെയ്ത് അമേരിക്കയ്ക്ക് കൊണ്ടുപോയതായിരുന്നല്ലോ. നാട്ടിലെ ബോറടി, അൺഎംപ്ലോയ്മെന്റ്, ഇതിൽ നിന്നൊക്കെയുള്ള രക്ഷപ്പെടലായിരുന്നു എൻ്റെ ഈ കല്യാണം. പക്ഷേ അതൊരിക്കലും അങ്ങനെയാകാൻ പാടില്ലായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴും വൈകിയാ റിയലൈസ് ചെയ്യാറ്. ഇതിനു വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ടത്? ബിസിനസ്, മീറ്റിംഗ്സ്, കോൺട്രാക്ട്സ്, ഇതിന്റെയൊക്കെ ഫൈനൽ ഔട്ട്കം ഞാനിന്ന് ബാറിൽ വെച്ച് കണ്ട എൻ്റെ മോളാണ്. എങ്കിൽ പിന്നെ എന്തിനാണിതൊക്കെ? ഷീ സെർവിംഗ് ദേ. അവിടെ കള്ളു കുടിക്കാൻ വരുന്നവർക്ക് വേണ്ടി അവൾ പൊട്ടിച്ചിരിച്ച് അഭിനയിക്കുന്നു, പാട്ടുപാടുന്നു, ഡാൻസ് ചെയ്യുന്നു. കൂടുതൽ ടിപ്പ് കിട്ടിയാൽ അവൾ കൂടുതൽ സെർവ് ചെയ്തേക്കും. ജോസിന്റെ പുന്നാര മോള്. ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെ വല്ല വകതിരിവുണ്ടോ? എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആവാനല്ലേ അവർ ശ്രമിക്കൂ. നോ, എ ബിഗ് നോ. യു ഗോട്ട് മീ റോങ്. അവൾ ജോലി ചെയ്ത് ഇൻഡിപെൻഡന്റ് ആകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നാണവും മാനവും മറന്ന് ഇങ്ങനൊരു ജോലി, ആരെ തോൽപ്പിക്കാൻ ഇതൊക്കെ? ജോസിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ അപ്സെറ്റ് ആവുകയല്ല ഇപ്പൊ വേണ്ടത്. വി ക്യാൻ ബ്രിങ് ഹർ ബാക്ക്. ഐ വിൽ. ഐ റിയലി വിൽ. അതിന് എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ തിരിച്ചു കൊണ്ടുവരും അവളെ. യുനോ പ്രീതി, എന്റെ ജീവിതത്തിൽ യൗവനം വന്നതും കടന്നുപോയതും ഞാൻ അറിഞ്ഞിട്ടില്ല. ഓരോരോ ദേശത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ആ കാലങ്ങളൊക്കെ കടന്നുപോയി. ബട്ട് യു നോ വൺ തിങ്, ഞാനതിലൊരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അന്നേ എനിക്കറിയാമായിരുന്നു എനിക്കൊരു മകളുണ്ട്. എന്റെ യൗവനം കൂടി അവൾ ജീവിച്ചു തീർക്കുമെന്ന്. ആ അഹങ്കാരമായിരുന്നു എനിക്ക് എന്നും എന്നും. ആ മോളെയാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഐ വിൽ ബ്രിങ് ഹർ ബാക്ക്. ഐ വിൽ. നീ ഇന്ന് നേരത്തെ വന്നോ? ഇല്ല, ഇച്ചായ സമയം നോക്കിയല്ലേ. അരമണിക്കൂർ വൈകിയ ഇച്ചായൻ എത്തിയത്. ഹോമിലെ ഒരു ഇൻമേറ്റിന് തീരെ വയ്യ. രാത്രി സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ഞാൻ നിൽക്കേണ്ടി വരുമെന്നാ കരുതിയത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ബിന്ദു എവിടെ? അവള് മുറിയില്ല. വെറുതെ സമയം കിട്ടിയപ്പോ ഇതിനൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കാന്ന് കരുതി. ആൻസി ഓഫീസിൽ വന്നോ? ഇല്ല, ഇന്ന് ലേറ്റാവും തോന്നുന്നു. അവള് വിളിച്ചില്ലേ? ഇല്ല. ആ സുമി, നീ ആ ബിന്ദുവിനെ കൂടി വിളിച്ചേ. അവള് മുറിയിലിരുന്ന് പഠിക്കേ ചായ. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും കൂടി ഇച്ചിരി കാര്യം പറയാനുണ്ട്. മോളെ, നീയൊന്ന് വന്നേ. ഞാൻ ബിസിയാ അമ്മേ. നാളെ ഇത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. പാത്രമൊക്കെ അവിടെ വച്ചേക്ക്, ഞാൻ രാത്രി കഴിവച്ചോളാം. അതല്ല മോളെ, ഇച്ചയും വിളിക്കുന്നു. വിളിക്കേ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പാപ്പൻ അങ്ങനെ പറയാത്തതാണല്ലോ. നീ ഒന്ന് വരുന്നുണ്ടോ? ഓ, ഈ അസൈൻമെന്റ് മൊത്തം കൊളാവും. അപ്പാപ്പ സിഗരറ്റ് വലിക്കോ? ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ, വല്ലപ്പോഴും ഒരുപാട് ടെൻഷൻ വരുമ്പോ. എന്തിനാ ചൈന ടെൻഷൻ? എന്താ ഞങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? അത് ഞാൻ ഇന്ന് ബീനെ കണ്ടിരുന്നു. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? അവളുടെ പിണക്കമൊക്കെ തീർന്നോ? ആ, കുറേയൊക്കെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, നിനക്ക് സ്തുതി. ആശ്വാസമായി. അവിടെ പോയ ദിവസം തൊട്ട് നല്ല ബുദ്ധി തോന്നി തിരിച്ചു വരാൻ 3 നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ. സ്തുതി. ബീന എന്നാ ഇങ്ങോട്ട് വരിക അപ്പാപ്പ? അതാണ് പ്രോബ്ലം. എന്ത് പ്രോബ്ലം? അവൾ പറഞ്ഞത് അവളിനി ഈ വീട്ടിലോട്ട് മടങ്ങി വരണമെങ്കിൽ
നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ലെന്ന്. ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞു നോക്കി. അവൾ ഒരേ വാശിയില്ല, സമ്മതിക്കുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. നിങ്ങളെ പുറത്താക്കാൻ അപ്പാപ്പന് മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ വേറൊരു വഴിയും കാണുന്നില്ല. അപ്പാപ്പ, സുമി, എന്നെ ഇവിടെ ഓർത്ത് ഇച്ചായി വിഷമിക്കണ്ട. ഞങ്ങൾ പൊക്കോളാം. ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞാൻ ഇന്നാൾ ഇവളോട് പറഞ്ഞതേ ഉള്ളൂ. അല്ലേ മോളെ? എന്നാലും അതിങ്ങനെ വേണ്ടി വരുമെന്ന് കരുതിയില്ല. എല്ലാവരോടും പറഞ്ഞ് സന്തോഷമായിട്ട് പോകണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. സാരമില്ല, ഒന്നും സാരമില്ല. ആഗ്രഹിച്ചതൊന്നും അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലല്ലോ. മാറി താമസിക്കുന്നത് വലിയ ഇഷ്യൂ ഒന്നും ആക്കണ്ട. ഞാൻ തന്നെ ഇവിടുന്ന് അധികം ദൂരമില്ലാത്ത ഒരു വീട് അറേഞ്ച് ചെയ്യാം. സെക്യൂറായ, ചുറ്റും നമുക്ക് പരിചയക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലം. അങ്ങനെയാവുമ്പോ എപ്പോ വേണമെങ്കിലും വരികയും പോവുകയൊക്കെ ചെയ്യാലോ. ഇവിടെ താമസിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ബീനമോളെ കാണിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത്രമാത്രം. പണ്ടിച്ചായൻ എന്നോട് ഇതുപോലൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ഇച്ചായൻ അത് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. മീനയ്ക്ക് പകരം നാൻസിക്കായിരുന്നു പ്രശ്നം. ഒരു കുഞ്ഞില്ലാത്ത തീരാത്ത വേദന. അന്ന് ഇച്ചായൻ ഇതേ വാക്കാ പറഞ്ഞത്, അഡ്ജസ്റ്റ്മെന്റ്. അന്നത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് എനിക്ക് എന്റെ ഒരു മോളെ നഷ്ടമായത്. അവളുടെ കുട്ടിക്കാലം, കരച്ചില്, ചിരി, വളർച്ച ഒക്കെ. ഇച്ചായനെന്ന് സ്വന്തം കാര്യമുള്ളൂ, സ്വന്തം കാര്യം മാത്രം. സ്വാർത്ഥന നിങ്ങൾ. എനിക്ക് ഇവളെ ഉള്ളൂ, ഇവള് മതി. പോരെ മോളെ? ഇതുപോലുള്ള വലിയ വർത്താനം പറഞ്ഞ് ഇനി എന്നെ പറ്റിക്കരുത്. പേടിയാ എനിക്ക് കേൾക്കുന്നത് തന്നെ. ഞങ്ങൾ പോയിക്കൊള്ളാം. അതോർത്തിച്ചാലും പേടിക്കണ്ട. ഞങ്ങൾ പോയിക്കൊള്ളാം. മോളെ വാ. നാളെ തന്നെ ജ്വല്ലറി പോയി നിനക്ക് കുറച്ച് ഓർണമെന്റ്സ് എടുക്കണം. എന്തിന്? കല്യാണം ആകുമ്പോ എത്ര ആൾക്കാർ വരുന്നതാ. ഇവിടുത്തെ രീതിയൊക്കെ അങ്ങനെയാ മോളെ. So what? I don't wear gold. വെറുതെ പർച്ചേസ് ചെയ്തിട്ട് എന്തിനാ? ദേ, അതൊക്കെ നമുക്ക് പിന്നെ ഡിസൈഡ് ചെയ്യാം. എനിവേ വി ആർ ബൈയിങ് ഇറ്റ്. Mom. ഗ്രാൻഡായിട്ട് കല്യാണം നടത്തണം അമ്മയ്ക്ക്. ആരും ഒരു കുറ്റവും പറയരുത് മോളെ. അത്രയ്ക്ക് ഗ്രാൻഡായിട്ട്. അത് കാണാൻ വേണ്ടിയാ അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. അതിനിപ്പോ എന്താ ഉണ്ടായേ? മോളെ, കല്യാണത്തിന്റെ ഒരു ദിവസത്തേക്ക് നീ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്ക് പ്ലീസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. മാരേജ് ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ അല്ലേ, അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ളതാണോ കല്യാണം? Am I showpiece or something? നോ മോർ ക്വസ്റ്റ്യൻസ്. നാളെ നമ്മൾ ജുവലറിയിൽ പോകുന്നു, ഗോൾഡ് വാങ്ങുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്തായി മമ്മയ്ക്ക്? അതിനങ്ങനെ വല്ലതും സുമി സൂചിപ്പിച്ചോ? ഏയ്, അങ്ങനെ തെളിച്ചല്ല, എന്നാലും ഒരു ഹിന്റ്. എനിക്ക് സുമി ഇവിടെ താമസിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല ജോസ്. അതല്ല ആൻസി, അവര് മാറട്ടെ, അതുതന്നെയാ നല്ലത്. നിന്റെ പരിചയത്തിൽ വല്ല വീടുണ്ടോ? ഇവിടുന്ന് അധികം ദൂരാവണ്ട. ഒരാവശ്യത്തിന് നമുക്കെപ്പോഴും ഓടിച്ചെല്ലാൻ പറ്റണം. അതിനാണ് ബുദ്ധിമുട്ട്. ആ ജഗനെ വിളിച്ച് പറഞ്ഞാ പോരെ? ജഗനോ? ആ, നമ്മൾ അന്ന് ആ പാർട്ടിയിൽ വെച്ച് പരിചയപ്പെട്ടില്ലേ, ഒരു നോർത്ത് ഇന്ത്യൻ, ജഗൻ ശർമ്മ. ഓക്കെ. അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതിനുശേഷം ഒരിക്കൽ കൂടി വിളിച്ചിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞു. ആ, എന്നാ നീ അയാളെ വിളിച്ച് നാളെ തന്നെ പറ. പക്ഷെ സ്ഥലം എനിക്ക് കണ്ട് ഇഷ്ടപ്പെടണം. പ്രിഫറബിളി നെയ്ബർഹുഡിൽ മലയാളീസോ നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ നോക്കിയാ ബുദ്ധിമുട്ടാവും. അവർക്ക് താമസിക്കാൻ ചെറിയൊരു 1 ബെഡ്റൂം വില്ല പോരെ?
അവർക്ക് പിന്നെ അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. വേണ്ട, ചെറുതാക്കണ്ട. മാറിപ്പോകുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവണ്ട. അതിനു വേണ്ടി വരുന്ന കുറച്ച് അഡീഷണൽ എക്സ്പെൻസസ് നമുക്ക് മീറ്റ് ചെയ്യാം. ആ ലാഭം നോക്കണ്ട. ലാഭം നോക്കിയതല്ല, ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഓർത്തിട്ട് പറഞ്ഞതാ. പിന്നെ നാട്ടിൽ കൊട്ടാരത്തിൽ ജീവിച്ച് ശീലിച്ച ആൾക്കാരല്ലേ, ഇനി അമേരിക്കയിൽ വന്നിട്ട് നമ്മൾ കുറവ് വരുത്തിന്ന് വേണ്ട. എന്താ ആൻസി പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞത് തെറ്റാ? എനിവേ, എത്രയും പെട്ടെന്ന് വീട് കണ്ടുപിടിക്കണം. മൂവ് ചെയ്യാനാണെങ്കിൽ അത് നേരത്തെ ആണെന്നാ നല്ലത്. ഞാനും അന്വേഷിക്കാം. ഇനി ഇതേപ്പറ്റി നീ സുമിയോട് ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയ്യോടാ, ഞാനൊന്നും പറയുന്നില്ലേ. ഒക്കെ ആങ്ങളെയും പെങ്ങളും കൂടെ അങ്ങ് അയക്കോ. താങ്ക് യു. നല്ല ഡിസിഷനാ ജോസ്. ഇവിടെ നമ്മൾ മാത്രം മതി, നമുക്ക് മാത്രമായിട്ടൊരു ലോകം. ബീനെ അത് തന്നെ ആഗ്രഹിക്കുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? നീ അവളെ കണ്ടിരുന്നു? അവളുടെ മനസ്സറിയാനേ അവളോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോള് അവള്. ജോസ് നോക്കിക്കോ, ഇവരിവിടുന്ന് ഷിഫ്റ്റ് ചെയ്താ നമ്മുടെ മോൾ അപ്പ തിരിച്ചു വരും. ഐ എം ഷുവർ. Maybe we should go upstairs and play with Julie and Stephanie. I promise Danny will be down in just a second. Yeah, that's ഇന്ന് നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എല്ലാരും കാറി കയറിയ റേഡിയോ ആണല്ലേ വെക്ക. അന്നയും അങ്ങനെ തന്നെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, ഒരുപാട് ചാനൽസ് ഉണ്ട് ഇവിടെ. മ്യൂസിക്കിനൊരു ചാനൽ, വെതർ ഫോർകാസ്റ്റിനൊരു ചാനൽ. ആ, ഇവിടുത്തെ വെതർ ഫോർകാസ്റ്റ് തെറ്റാറില്ല. ആ, അന്നയുടെ വീടിൻ്റെ അടുത്തുള്ള ആ അപ്പാർട്ട്മെൻറ്റ് ആരും നീ എന്ത് തീരുമാനിച്ചു? ഞാൻ ഇച്ചായനോട് അത് പറയാനിരിക്കായിരുന്നു. അവരോട് ഇതുവരെ ഒരു മറുപടി പറഞ്ഞില്ല. ആ വീട് മതി അല്ലേ ഇച്ചായ? അതെ, പക്ഷേ ഒരു വീടെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 100 വട്ടം ആലോചിക്കണം ഒരു തീരുമാനം എടുക്കും മുമ്പ്. നിങ്ങൾക്കിവിടെ പരിചയമൊന്നുമില്ലല്ലോ. ഇച്ചായൻ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്. അവനോട് കാഷ്വലായി ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവൻ്റെ പരിചയത്തിൽ കുറേ വീടുകളുണ്ട് വാടകയ്ക്ക്. പക്ഷേ അതുപോലൊരു വീടിന് വലിയ വാടക കൊടുക്കേണ്ടി വരില്ലേ ഇച്ചായ? അതൊന്നും നീ അറിയണ്ട. വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ആ വീട് പോയി കാണാം. ഞാൻ ജഗനെ വിളിച്ച് പറയാം. ബിന്ദുവിന് വേണമെങ്കിൽ പിന്നെ ഒന്ന് കാണാമല്ലോ. അതേതായാലും വേണ്ട. അതെന്താ വേണ്ട? അത് തന്നെ. ഇതാവുമ്പോൾ നമ്മുടെ വീടിനടുത്താണ്. എനിക്കെപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. ബിന്ദുവിന് കോളേജിൽ പോകാനും സൗകര്യം ഇതാ. അതുകൊണ്ടല്ലേ ഇച്ചായ, ഇനി പണത്തിനു വേണ്ടി മാസാമാസം ഇച്ചായനെ ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ട്. അന്നെ പറഞ്ഞ സ്ഥലമാകുമ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ശമ്പളം കൊണ്ട് കഷ്ടിച്ച് ജീവിക്കാം. അത് മതി. വാടകയുടെ കാര്യമൊന്നും എൻ്റെ പൊന്നു പെങ്ങൾ അറിയണ്ട. പോരാ, ഞാൻ അറിയണം. ഇനി മുതൽ എല്ലാം ഞാൻ അറിയണം. അങ്ങനെ ജീവിക്കുന്ന സുഖം. നാട്ടില് ഇത്രയും കാലം ഞാൻ ജീവിച്ചതും അങ്ങനെ തന്നെ ആയിരുന്നു. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ബിന്ദുവിനും അതാ ശീലം. അതാ അവളുടെ ഇഷ്ടം. എനിക്ക് ഇച്ചായനോട് പരാതിയൊന്നുമില്ല. അന്ന് വീട് മാറുന്ന കാര്യം പറഞ്ഞപ്പോ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞതാ. ഇച്ചായൻ അതൊന്നും മനസ്സിൽ വെക്കണ്ട. മോളെ, ഇത് പൊട്ടാത്തൊരിടത്ത് വെക്ക്. കാറിൽ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ. ഇതിലെന്താ അൻസി? കുറച്ച് അത്യാവശ്യം വീട്ടിൽ പെരുമാറാനുള്ള സാധനങ്ങളാ. ഇതൊന്നും വേണ്ടായിരുന്നു. ഓ, സാരമില്ലെന്നേ. ഇനിയിപ്പോൾ ചെന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നിൽക്കണ്ട. ആവശ്യത്തിനുള്ളതൊക്കെ ഇതിലുണ്ട്. അല്ല, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആ, കഴിയുന്നു. കുറച്ച് തുണി ഡ്രയറിലുണ്ട്. അതുകൂടി ആയാൽ കംപ്ലീറ്റ് ആവും. ആ, ഓ, ഞാനത് മറന്നു. അതിപ്പോ ഉണങ്ങിയിട്ടുണ്ടാവും. പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ആൻറ്റിയെ വിളിക്കണം. അമ്മ ചോദിക്കില്ല, എന്നാലും മോള് പറയണം കേട്ടോ.
നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് വല്ലതും വന്നോ മോളെ? നെക്സ്റ്റ് സെമിസ്റ്ററിലുണ്ടാവും. നിനക്കൊരു ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. യു ആർ ഫിറ്റ് ഫോർ ദാറ്റ്. ആൻസി, എന്താ സുമി? എന്താ അമ്മേ? ദേ അവിടെ ബീന മോള്. എവിടെ? ഞാൻ പറഞ്ഞില്ലേ അവള് വരുമെന്ന്. വാ, നമുക്ക് അങ്ങോട്ട് പോ. വേണ്ട, എന്താ? എന്നെ കണ്ട അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? സുമിയെ പോലെ ഈ ഭൂമിയിൽ സുമി മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യം, സുമി മാത്രം. എന്നിട്ടും ഈ നന്ദിയുടെ എനിക്ക് തിരിച്ചു തരാനുള്ളൂ. ഞാൻ അങ്ങനെ ആയിപ്പോയി. എന്താ ആൻസി ഇത്? മോള് വരുമ്പോ ഇങ്ങനെയാണോ നിൽക്കേണ്ടത്? ചെല്ല്, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാനും വരാം. ചെല്ല്. എന്താ ആന്റി ഇത്? ദേ, ഈ ഡ്രസ് ആന്റിയുടെ അൺലക്കി ഡ്രസ് അല്ലേ? ഇതൊക്കെ മാറ്റി നല്ലൊരു ഡ്രസ് ഇട്ട് മുഖൊക്കെ തുടച്ച് ചെല്ല്. ചെല്ല് ചെല്ല് ആന്റി. അമ്മേ, എന്റെ മോളെ, I miss you, Dad. how are you? I am so happy, മോളെ. വാ, വാടാ. നിങ്ങൾ രണ്ടുപേരും അപ്പാപ്പന്റെ പൊന്നു മക്കളാ. ആൻസി, മോളെ, So good to be back home. she's a daughter with beats. No, no, Dad. എന്റെ മോള് വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി. ബാ. എന്തൊരു വെയിറ്റാ? ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ മോളെ? സോറി. പോവാം. പോട്ടെ. See you. പോട്ടെ ആന്റി. ശരി മോളെ. പോ അമ്മേ. മോളെ, ക്ഷമിക്ക. ഈ ആന്റിക്ക് അറിവില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയത്. ഒക്കെ ക്ഷമിക്ക. സാരമില്ല, ഇറ്റ്സ് ഓക്കെ. മതി, ഇത് കേട്ടാ മതി ഈ അമ്മയ്ക്ക്. ഇനി ഒന്നുമില്ല, ഒന്നുമില്ല. നീ കേറ് സുമി, നമ്മൾ ലേറ്റ് ആവുന്നു. എനിക്ക് തിരിച്ചിങ്ങോട്ട് ഡ്രൈവ് ചെയ്യേണ്ടതാ. പോട്ടെ മോളെ. ലേറ്റ് ആവുന്നു, വേഗം ആവട്ടെ. മോളും കയറ്. ചെല്ലു. ഓക്കെ. അമ്മേ, അമ്മേ. എന്താ സുമി? അവരെന്നോട് പറഞ്ഞത് മമ്മ ശ്രദ്ധിച്ചോ? അമ്മ. അത് സുമി എന്തോ ഒരു കൺഫ്യൂഷനില്. നീ വാ. എന്നാലും ആ വിളിയിലൊരു ഡെപ്ത് ഉണ്ടായിരുന്നു. Did you notice that, Mom? അമ്മ. ഇവിടെയുള്ള ബെഡും സെറ്റിയും കിച്ചൺ യൂട്ടൻസിൽസും ഒക്കെ
താങ്ക് ഇവർക്ക് യു use ചെയ്യാം. താങ്ക് യു. അത് ഞാൻ ബെറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. ബെറ്റിയോ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ താമസിച്ചിരുന്ന മദാമ്മയുടെ ഒരു റിലേറ്റീവാ. ഇപ്പൊ ഈ വീട് ബെറ്റിയുടെ പേരില്ല. ആഹാ, അപ്പോൾ ലീഗലായ ഒരു കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യണ്ടേ? സുമി അത് ചെയ്തു കഴിഞ്ഞല്ലോ. ഞാൻ അന്നയുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു. ആ, ഞാൻ അറിഞ്ഞില്ല. റിട്ടയർമെന്റ് ഹോമിൽ വെച്ച് തന്നെ ഞാനത് സൈൻ ചെയ്ത് കൊടുത്തു. അന്ന് തന്നെ വേണമെന്ന് അന്ന പറഞ്ഞു. ഓക്കെ. ഇവിടെ ഒരു ബെഡ്റൂമേ ഉള്ളൂ. അതാണ് ഒരു പ്രോബ്ലം. ഇവിടെ ആര് കിടക്കും മോളെ? ഞാനും അമ്മയും ഞങ്ങളിപ്പോഴും ഒന്നിച്ചാ കിടക്കാറ്. അത് കൊള്ളാമല്ലോ. കിച്ചൺ യു ആർ ഇൻ ടു ഫുഡ് ബിസിനസ് അല്ലേ? അതെ, അധികവും എക്സ്പോർട്ടിംഗ് ആണ്. ഇവിടുത്തെ ചില ചെയിൻ ഷോപ്സ് വഴിയും സപ്ലൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഐ ഹാവ് ആൻ ഐഡിയ. നമ്മുടെ നാട്ടിലെ കായ വറുത്തതും ചക്കര വരട്ടിയും ഒക്കെ ഒന്നുകൂടെ ഒന്ന് റിഫൈൻ ചെയ്ത് ഇവിടുത്തെ മാർക്കറ്റിൽ ഇറക്കിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതിവിടെ ആൾക്കാർ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. മലയാളികളല്ലേ. അത് ശരിയാ. ആ, താങ്ക് യു. താങ്ക് യു. പാലുകാച്ചൽ ഇങ്ങനെയൊന്നും പോരാ അല്ലേ ജോസേ? അത് നമുക്ക് വേറൊരു ദിവസം ആയിക്കളയാം. ആൻസിയും ബീനയും എല്ലാരുമായിട്ട് നമുക്കൊന്ന് കൂടാം. ആയിക്കോട്ടെ. പറഞ്ഞ പോലെ ആൻസി എന്താ വരാത്തെ? അവൾക്കെന്തോ അർജന്റ് വർക്ക് തീർക്കാനുണ്ട്. നാളെ ഓഫീസിൽ പ്രസന്റ് ചെയ്യാനോ മറ്റോ ഉള്ളതാണ്. ഹെക്ടിക്. ആ ഷെഡ്യൂൾ മടുത്തിട്ടല്ലേ ഞാൻ ജോലി റിസൈൻ ചെയ്തത്. ആരായാലും മടുത്തു പോകും. അങ്കിൾ ആ ഇൻഷുറൻസ് കമ്പനിയിലായിരുന്നില്ലേ? ഏയ്, അതൊക്കെ എന്നേ വിട്ടു. പിന്നെ സോഫ്റ്റ്വെയറിലായിരുന്നു കുറെ കാലം. പിന്നെ മാരീഡിലെത്തിയപ്പോ അത് ഞാനങ്ങ് റിസൈൻ ചെയ്തു. കേട്ടോ സുമി, കാനഡയിലായിരിക്കുമ്പോൾ ഇവൻ എന്നോട് ഒരുപാട് ബിസിനസ് ഐഡിയ പറയുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു സംഭവം പ്ലാൻ ചെയ്തതുമാണ്. പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായില്ല, അല്ലേ ജോസേ? അതേതായാലും നന്നായി. യെസ്, ട്രൂ. അതുകൊണ്ട് ഇന്ന് ഇവൻ മേലെ ഞാൻ താഴെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അവിടം വരെ ഡ്രൈവ് ചെയ്ത് എത്തണ്ടേ? ഡ്രൈവിംഗ് നിനക്കൊരു ക്രേസ് ആയിരുന്നല്ലോ. ഇപ്പോഴെന്തു പറ്റി? പ്രായം കുറെ ആയില്ലേ അങ്കിളെ. അങ്കിളിനെ പോലെ ഒരു ചേഞ്ച് ഇല്ല, സ്റ്റഡിയായി പോകാൻ എല്ലാവർക്കും പറ്റുമോ? That's a point. എക്സ്ക്യൂസ് മീ, നീ വാ. ആ, നീ എതിർപ്പൊന്നും പറയണ്ട. ഇത് കുറച്ച് പൈസയാ, ഇത് വയ്ക്കേ. വെറുതെ കരഞ്ഞ് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കില്ലേ. പൈസയുടെ ആവശ്യം വരുമ്പോളെ അതാദ്യം മനസ്സിലാക്ക്. വയ്ക്കേ. അല്ലേ, എന്താ ഇവിടെ ആങ്ങളെയും പെങ്ങളും കൂടെ ഒളിച്ചു കളി? അങ്കിളെ, എനിക്ക് ആകെക്കൂടെ ഉള്ളൊരു പെങ്ങളാ. ഒന്ന് ക്ഷമിക്കേ. ആയിക്കോട്ടെ, വാ. ആ, നീ നാളെ തന്നെ ഒരു സെൽഫോൺ കണക്ഷൻ എടുക്ക്. ഇവിടെ ലാൻഡ് ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, ഇവിടെ കണക്ഷൻ ഉള്ളതാ. ഞാനത് ശരിയായിക്കോളാം. ഓ, ശരി. ആ, പോട്ടെ മോളെ. ശരിയാ പാപ്പ. ഇവിടുത്തെ കണക്ഷൻ ശരിയായിട്ട് നീ നമ്പർ നാളെ തന്നെ വിളിച്ച് പറ. ശരി ചായ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. രാത്രി അങ്ങോട്ട് വരാൻ മറക്കണ്ട. രാത്രി ആവാൻ നിൽക്കണ്ടെന്നേ. ഫ്രഷ് ആയിട്ട് നേരെ അങ്ങ് ഇറങ്ങിക്കോളൂ. ഞാൻ ഇന്ന് ടോട്ടലി ഫ്രീ ആണ്. വി വിൽ മേക്ക് സംതിങ് ന്യൂ ടുഡേ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഷോപ്പിൽ പോണ്ടേ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഇങ്ങോട്ട് വന്നേ.